നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്നു വൻ കവർച്ച. ലോക്കലിൽ സൂക്ഷിച്ച 350 പവനോളം സ്വർണം കവർന്നു. കുറ്റിപ്പുറത്ത് 6 കടകളിൽ മോഷണം. കുടിവെള്ള വിതരണത്തിന് പെരുമാറ്റച്ചട്ടം തടസ്സമാവില്ലെന്ന് ജില്ലാ കലക്ടർ. തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിശോധന. തിരൂരിൽ നിന്ന് കഞ്ചാവും വിദേശ മദ്യവും പിടികൂടി. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. പൊന്നാനിയിലെ സ്ത്രീ വോട്ടർമാർ NDAക്കൊപ്പം അണിനിരക്കുമെന്ന് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ. വിശദമായ വാർത്തകൾ. പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്നു വൻ കവർച്ച. ലോക്കലിൽ സൂക്ഷിച്ച 350 പവനോളം സ്വർണം കവർന്നതായി നിഗമനം. പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്ത് താമസിക്കുന്ന മണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്ന രാജീവും കുടുംബവും 2 ആഴ്ച മുമ്പാണ് നാട്ടിൽ വന്ന് തിരിച്ചുപോയത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ വീട് വൃത്തിയാക്കാനായി എത്തിയ ജോലിക്കാരിയാണ് വീടിന്റെ പുറകുവശത്തെ ഗ്രില്ല് പൊട്ടിച്ച നിലയിൽ കണ്ടത്. അകത്ത് കയറി നോക്കിയപ്പോൾ റൂമുകളും അലമാരകളും തുറന്നിട്ട നിലയിൽ കാണുകയായിരുന്നു. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കളെത്തി രാജീവിനെ വിളിച്ച് വിവരം പറയുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലോക്കറിൽ സൂക്ഷിച്ച 2 കോടിയോളം വില വരുന്ന 350 പവനോളം സ്വർണ്ണ മോഷണം പോയതായി അറിയുന്നത്. മലപ്പുറം SP, തിരൂർ DYSP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിവരമറിഞ്ഞ് ഉടമ രാജീവ് പുലർച്ചെയോടെ നാട്ടിലെത്തും. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നഷ്ടപ്പെട്ട വസ്തുക്കളുടെ വിവരം ലഭിക്കുകയുള്ളൂ. മലപ്പുറം SPയുടെ മേൽനോട്ടത്തിൽ തിരൂർ DYSPക്കാണ് കേസിൽ അന്വേഷണ ചുമതല. വെട്ടന്യൂസ് പൊന്നാനി. കുറ്റിപ്പുറത്ത് 6 കടകളിൽ മോഷണം. CCTV ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. കുറ്റിപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുറ്റിപ്പുറത്ത് 6 കടകളിൽ മോഷണം. ഫെഡറൽ ബാങ്കിന് എതിർവശത്തെ ലുലു സ്റ്റേഷനറി, D4D ജെൻസ് വയർ, ബാറ്ററി ഹൗസ്, എംസോൺ, ആയുർവേദ മെഡിക്കൽ, M&S എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. CCTVയിൽ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. കുറ്റിപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം മോഷണ ശ്രമത്തിനിടെ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. വെട്ടന്യൂസ് കുറ്റിപ്പുറം. ജലക്ഷാമം നേരിടുന്ന മലപ്പുറം ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന കുടിവെള്ള വിതരണത്തിന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തടസ്സമാകില്ലെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. ജില്ലയിലെ പ്രത്യേക സാഹചര്യം പരിഗണിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ നൽകിയ അപേക്ഷയെ തുടർന്നാണ് തീരുമാനം. ഇതുപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്കും മറ്റും അതത് മേഖലകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാം. എന്നാൽ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച മറ്റു നിബന്ധനകൾ പാലിച്ചു മാത്രമേ കുടിവെള്ള വിതരണം ചെയ്യാൻ പാടുള്ളൂവെന്നും കലക്ടർ അറിയിച്ചു. വെട്ടന്യൂസ് മലപ്പുറം. തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിശോധന. തിരൂർ നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ നിന്നും 2.5 കിലോഗ്രാം കഞ്ചാവും 400 ഗ്രാം മെത്താപ്പിനും 4.3 ലിറ്റർ വിദേശ മദ്യവും പിടികൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ മലപ്പുറം ജില്ലയിൽ നിന്നും കഞ്ചാവും മെത്താപ്പിനും വിദേശ മദ്യവും പിടികൂടി. തിരൂർ നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ നിന്നും 2.5 കിലോഗ്രാം കഞ്ചാവും 400 ഗ്രാം മെത്താപ്പിനും 4.3 ലിറ്റർ വിദേശ മദ്യവും പിടികൂടി. കൊണ്ടോട്ടി മണ്ഡലത്തിന്റെ പരിധിയിൽ നിന്നും 3.5 ലിറ്റർ വിദേശ മദ്യവും പൊന്നാനി മണ്ഡല പരിധിയിൽ നിന്നും 4 ലിറ്റർ വിദേശ മദ്യവും 27 ഗ്രാം കഞ്ചാവും പിടികൂടി. സംഭവങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെട്ടന്യൂസ് പൊന്നാനി. 10 ദിവസത്തെ ഉത്സവമാണ് തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊടിയേറ്റത്തിന് ശേഷം പുറത്തെ വേദിയിൽ കലാപരിപാടികളും നടന്നു. രാവിലെ കലവറ നിറയ്ക്കൽ ചടങ്ങും അനുബന്ധമായി നടന്നു.
തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. രാവിലെ നടന്ന ശിവേലിക്ക് കടവല്ലൂർ മോഹനന്മാരാർ മേളപ്രമാണിയായി. ചാക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, പാഠകം, സംഗീത പരിപാടികൾ, തിരുവാതിരക്കളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, വിളക്കെഴുന്നള്ളിപ്പ്, ഗാനമേള, നൃത്തനൃത്യങ്ങൾ, തായമ്പക, കളരിപ്പയറ്റ് എന്നിവയും നടന്നു. 20-നാണ് ഉത്സവബലി. 21-ന് പടിഞ്ഞാറേ നടയിലാണ് പള്ളിവേട്ട. തുടർന്ന് 22-ന് നിളയിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും. വെട്ടന്യൂസ് തിരുനാവായ. പാണ്ഡമംഗലം അച്ചായത്തുകുളത്ത് വീട്ടിൽ നടന്ന കുടുംബയോഗത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ കോട്ടക്കൽ മണ്ഡലത്തിലെ പ്രചരണം ആരംഭിച്ചത്. കോട്ടക്കൽ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകൾ കയറി പ്രചരണം നടത്തി. കോട്ടൂർ, നായാടിപ്പാറ, ചൂനൂർ എന്നിവിടങ്ങളിൽ NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ വോട്ട് അഭ്യർത്ഥിച്ചു. കോട്ടക്കൽ നായാടിപ്പാറ പുത്തൻ വീട്ടിൽ നിന്നുമുള്ള അഗ്നിവീർ ഗോപികയുടെ വീട്ടിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ സന്ദർശിച്ചു. അഗ്നിവീർ ആകുന്ന കോട്ടക്കൽ മണ്ഡലത്തിലെ ആദ്യ പെൺകുട്ടി കൂടിയാണ് ഗോപിക. സ്ഥാനാർത്ഥിക്കൊപ്പം BJP കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് ഷൈജു തലക്കാപ്പ്, മണ്ഡലം പ്രഭാരി ശ്രീശൻ കുറ്റിപ്പുറം, ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി ഹുസൈൻ വരിക്കോട്ടിൽ, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരിജ കാടാമ്പുഴ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. വെട്ടന്യൂസ് കോട്ടക്കൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.